പണ്ടൊക്കെ ആണെങ്കിലും എന്നാൽ ഇപ്പോഴാണെങ്കിലും ഒരു 10 രൂപ കൊടുത്താൽ പ്ലേറ്റ് നിറയെ കിട്ടുന്നൊരു സാധനമാണ് നമ്മുടെ പൊക്കവട. അപ്പോൾ നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ? അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവ് ഉപയോഗിച്ചാണ് എല്ലാവരും ഉണ്ടാക്കുക, പക്ഷേ ഞാൻ അവിടെ മൈദപ്പൊടിയായിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് പിന്നെ അതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുക. റവ നല്ല ക്രിസ്പിയൻസ് കിട്ടും കേട്ടോ. അതും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മുടെ സവാള, പിന്നെ ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരു കളറും എരിവും കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ സോഡാപ്പൊടി അപ്പക്കാരില്ല, അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നല്ല രീതിക്ക് ഒന്ന് കൈവച്ച് കുഴച്ച് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ ഈ ഒരു പരുവത്തിൽ നമ്മൾ ബാറ്റർ ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ നന്നായി ചൂടായി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് സ്പൂൺ വെച്ച് തന്നെ ഓരോന്നും ഇങ്ങനെ കോരി കോരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ആവട്ടെ, അധികം നിൽക്കൊന്നും വേണ്ട. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിയും ചെയ്യും, ഉള്ളൊന്നും വേവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ ടാറ്റാ.